ഹലോ എവരി വൺ, വെൽക്കം വൺസ് മോർ ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ഏക എസ് യു ഹോണ്ട എലവൻ്റെ റിവ്യൂ ആണ്. ഹോണ്ട ഇന്ത്യയിൽ കുറേ കാലമായി എസ് യുകളൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു. ഹോണ്ട അമൈസ്, ഹോണ്ട ജാസ്, ഹോണ്ട സിറ്റി, ഇടയ്ക്ക് വന്നുപോയ ഹോണ്ട സിവിക്, പിന്നെ ഇടയ്ക്ക് ഒരു WRV വന്നു. അത് പക്ഷേ ക്രോസ് ഓവർ റേഞ്ച് ഉള്ളൊരു വണ്ടിയായിരുന്നു. അത് ഒരു പ്രോപ്പർ എസ് യു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പ്രോപ്പർ SUV ഒരു വണ്ടി ഹോണ്ട ഇന്ത്യയിൽ ഇറക്കുന്നത്. അപ്പൊ കൂടുതൽ അടുപ്പിക്കാതെ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ലുക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബോക്സി ഡിസൈൻ എന്ന് പറയത്തക്ക രീതിയിലൊരു ഡിസൈൻ ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഇല്ല, പക്ഷേ US മാർക്കറ്റിലുള്ള കാഡിലാക് എസ്കലേഡ് എന്ന് പറയുന്ന ഈ സൈഡിൽ കാണുന്ന ഈ വണ്ടി ഒന്ന് നോക്കി, ഏകദേശം എവിടെയൊക്കെയോ ഇതിന്റെ ഒരു ഛായ എനിക്ക് ഇതിന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഭയങ്കര ലക്ഷറി ക്ലാസ് വണ്ടിയാണ്. നമുക്കത് ശരിക്കും ഇവിടെ അവൈലബിളും അല്ല, അതിന്റെ കോസ്റ്റും എല്ലാം വളരെ ഹൈ ആണ്. അപ്പൊ എന്തായാലും സ്വന്തമാക്കാൻ പറ്റില്ലായിരിക്കാം, എന്നാൽ പോലും അതുപോലെയൊക്കെ നമുക്ക് ഭയങ്കര രീതിയിൽ അതിന്റെ ഒരു സാദൃശ്യം തോന്നുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോണ്ടയുടെ ലൈനപ്പിൽ വരുന്ന എല്ലാ വണ്ടിക്കും ഏകദേശം നമ്മൾ പറയത്തില്ല, ഒരു അമ്മയുടെ മക്കൾ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ഡിസൈൻ ഇതിനുണ്ട്. രണ്ട് ഹെഡ്ലൈറ്റിന്റെ മേളിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ക്രോം ബീഡിങ് കണ്ടിന്യൂ ചെയ്ത് അപ്പുറത്തെ ഹെഡ്ലൈറ്റിന്റെ അവിടം വരെ പോകും. അതിപ്പം എല്ലാ ഹോണ്ട കാറുകൾക്കും, സിറ്റി ആവട്ടെ അമേസ് ആവട്ടെ, എല്ലാ ഹോണ്ട കാറുകൾക്കും കാണുന്ന ഒരു ഐഡന്റിറ്റി ഡിസൈനാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ദൂരെ നിന്ന് വന്നാലും നമുക്ക് മനസ്സിലാവും ഹോണ്ടയുടെ വണ്ടിയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ്, ഒരു ഡിസൈൻ ഫീച്ചറാണ് അത്. ഓക്കെ, അപ്പം നമുക്ക് ഡിസൈനിന്റെ കാര്യത്തിലോട്ട് കടന്നാൽ ആദ്യം തന്നെ ഈ ഒരു ഗ്രില്ല് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. അപ്പോൾ ഗ്രില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാത്രമാണ് ഈ ഒരു ഓപ്പണിംഗ് വരുന്നത്, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്. ചെറിയൊരു ഏരിയ നിങ്ങൾക്ക് കാണാം, അവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്, അകത്തോട്ടുള്ള ഒരു എയർ വെന്റ് വരുന്നത് അവിടെയാണ്. പിന്നെ അതിന്റെ നടുക്കായിട്ട് ഈ ഹോണ്ടയുടെ ലോഗോ വലുതായിട്ട് കാണിച്ചേക്കുന്നു. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെറിയൊരു എയർ വെന്റ് കൂടെ കാണാം. പിന്നെ ഒരു ബാഷ് പ്ലേറ്റ്, അതൊരു അലൂമിനിയം ഡിസൈൻ, ഒരു അലൂമിനിയം ഫിനിഷ് ഉള്ള ഒരു ബാഷ് പ്ലേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ ഫോഗ് ലാമ്പും കാണാം. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഡിസൈൻ അല്ലെങ്കിൽ ഒരുപാട് ഈ എലമെന്റ്സ് കൊണ്ടുവന്ന് വണ്ടിയെ ഒരുപാട് കാണുന്നതിൽ ഒരു കോംപ്ലക്സിറ്റി കൊണ്ടുവന്നിട്ടില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാവോ അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ, സൈഡ് പ്രൊഫൈലിൽ നിന്ന് ഒരു പ്രോപ്പർ കറക്റ്റ് SUV സ്റ്റാൻഡ്സ് തന്നെ നമുക്ക് തോന്നും. ഒരു ബോക്സ് സെറ്റപ്പ് SUV എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ വരേണ്ടത് അതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉള്ള ഒരു വണ്ടിയാണിത്. പിന്നെ അതിന്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടയേഴ്സ് ശരിക്കും 17 ഇഞ്ച് ടയറാണ് കൊടുത്തേക്കുന്നത്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ടയർ സൈസാണ് ഇതിന് വന്നേക്കുന്നത്. പിന്നെ ഈ അലോയ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോണ്ട സിറ്റിയുടെ അലോയ് അല്ലേ എന്ന് തോന്നും, പക്ഷേ ഹോണ്ട സിറ്റിയുടെ അലോയ് അല്ല. അതുമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു ബ്ലാക്ക് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ആ പുറക് വരെ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് അവിടെ പോയി എൻഡ് ആകുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു അലൂമിനിയത്തിന്റെ ഒരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ക്ലാഡിങ്ങും കാണാം. അങ്ങനെ കുറെ മൈന്യൂട്ട് ഡിസൈൻ എലമെന്റ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലെ വീല് ഡ്രം ബ്രേക്ക് ആട്ടോ, ഡിസ്ക് ഒന്നുമില്ല. പിന്നെ ബാക്ക് പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങേ അറ്റം വരെ പോകുന്ന ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ നടുക്കായിട്ട് ഹോണ്ടയുടെ ഒരു ലോഗോ ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു വലിയ ഗ്ലാസ് കാണുന്നുണ്ട്. അത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ടാണ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ടത്. പിന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഡീഫോഗർ ഉണ്ട്, അത് കൂടാതെ ബാക്ക് വൈപ്പറും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റ് കാണാം. പിന്നെ ഇവിടെ IVTech ടെക്നോളജി, ഇവിടെ ഹോണ്ട എലിവേറ്റ് എന്ന ബാഡ്ജിങ്ങും കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറയുന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു എക്സോസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അലൂമിനിയം പാനൽ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും എക്സോസ്റ്റ് അല്ല, എക്സോസ്റ്റ് ഇവിടെ താഴെയാണ് വരുന്നത്. ഇത് പക്ഷെ പുറയുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂട്ടത്തക്ക രീതിയിലൊരു എലമെന്റ് ആണത്. പിന്നെ ഈ കാണുന്ന ഈ ബീഡിങ് എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആട്ടോ. അത് ഇവിടുന്ന് വന്ന് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ എൻഡ് ആകുന്ന ഈ ബ്രേക്ക് ലൈറ്റിന്റെ സൈഡിലായിട്ട് എൻഡ് ആകുന്ന ഒരു ബീഡിങ് ആണത്. അങ്ങനെ കുറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു എസ് യു വിക്ക് വളരെ ഡീസൻ്റ് ആയിട്ടൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്. ഒരുവിധപ്പെട്ട ഫോട്ടോ ഹോൾസും ഇതൊന്നും തട്ടത്തില്ല. നോക്കിയ ആ ഒരു വീലിൻ്റെ ഏകദേശം ഹാഫ് ഹൈറ്റിൽ തന്നെ അതിൻ്റെ ബോഡി നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 458 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വളരെ വിശാലമായിട്ടൊരു ബൂട്ട് സ്പേസ് ആണ്. സൈഡിൽ ലൈറ്റ്, ഹാങ്ങേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലാപ്പാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം സാധാരണ നമ്മളൊരു വണ്ടിയുടെ എക്സ്ട്രാ വീല് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേ വലിച്ചു പറിച്ചൊക്കെ പൊക്കേണ്ടി വരും. ഇത് അതിനു വേണ്ടി മാത്രം ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. വളരെ സൗകര്യപ്രദമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഇത് നമ്മുടെ വീല്, ഇതൊക്കെ ഷോറൂമിലെ വണ്ടിയാട്ടോ. അപ്പം അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. എനിക്കൊന്ന് സ്റ്റോൾ ഇടാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, എന്തായാലും അപ്പോൾ അത്രയൊക്കെയാണ് പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു വെൽക്കം ഹോണ്ടയുടെ ഒരു ലോഗോയൊക്കെ മിന്നുന്ന കാണാം. പിന്നെ ഈ ഡാഷ്ബോർഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡാഷ്ബോർഡിന്റെ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മെയിനായിട്ട് വരുന്ന ഈ ബ്ലാക്ക് ഫിനിഷ് ഉള്ളത്, ഇത് ഫൈബറാണ്. ഇതൊരു വുഡൻ ഫിനിഷ് ഉള്ള ഒരു ഫൈബർ തന്നെയാണ്, വുഡൻ ഫിനിഷ് ഉള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വെച്ചാൽ ഈ ലെതർ സ്റ്റിച്ച്ഡ് ഏരിയ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ട് ഭയങ്കര നമുക്കൊരു കോംഫി ഫീൽ തരുന്ന ഒരു രീതിയിലുള്ള ഒരു ലെതർ ഏരിയ ആണ് കാണുന്ന മൊത്തം. അത് കുറെ സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഈ ഒരു പോർഷനിലുണ്ട്, അതുകൂടാതെ ഡ്രൈവർ സീറ്റിലും അപ്പുറത്തെ ബാക്കിലെ സീറ്റിലെ സൈഡിലും അങ്ങനെ കുറെ ഭാഗത്ത് ആ ഒരു ടാൻ ബ്രൗൺ കളറുള്ള ലെതർ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. നോക്കിയ സ്റ്റിച്ചിന്റെ ഡിസൈനൊക്കെ നല്ല പ്രീമിയം ഫീൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആ കാണുന്ന ഒരു ഡിജിറ്റൽ അനലോഗ് മീറ്റർ മിക്സ്, അത് ഹോണ്ട സിറ്റിയിലും ഹോണ്ട അമേസിലും എല്ലാം കാണുന്ന അതേ മീറ്റർ കൺസോൾ ആണ്. അടുത്തായിട്ട് നമ്മുടെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇത് നിങ്ങൾ കാണുന്നില്ല, ഒരു ഭയങ്കര പ്രീമിയം ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് വന്നിട്ട് കറക്റ്റായിട്ട്, ഇത് ഇത്തിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു സ്ക്രീനിന്റെ ഈ ഡിസ്പ്ലേ മൊത്തവും ഒരു ഒക്യുപ്പൈ ചെയ്ത് ഇതൊരു വളരെ വൈഡ് സ്ക്രീൻ ആക്കി കൊടുത്തേക്കുന്ന വളരെ ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷനാലിറ്റിയുടെ കാര്യത്തിൽ 37 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഫോൺ പെയർ ചെയ്യാം, നമുക്ക് വാച്ച് പെയർ ചെയ്യാം, അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ മുതലായ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്ക്വയറിഷ് ആയിട്ടുള്ള ബോക്സി ടൈപ്പ് വണ്ടിയുടെ ഡിസൈനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു AC വെന്റാണ് ഈ കാണുന്നത്. അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു AC കൺട്രോൾസ്, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു അമേസിലും സെയിം ഇതുപോലുള്ള AC കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ വയർലെസ് ചാർജിങ് പോർട്ട് കാണാം. ഇപ്പുറത്തൊരു പവർ ഔട്ട്ലെറ്റ് 12 വോൾട്ട് ചാർജർ കാണാം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് 2 USB പോർട്ട് കാണാം. അതിൻ്റെ താഴെ ഇതാണ് വയർലെസ് ചാർജറിൻ്റെ ഓൺ ആൻഡ് ഓഫ്. ഓക്കെ, പിന്നെ ഗിയർ ലിവർ ശരിക്കും വളരെ ചെറുതാട്ടോ. നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുക, അതുപോലത്തെ ഒരു ഗിയർ ലിവറാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ ഇത്തിരി ഡെപ്ത് ഉള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ ഹോണ്ടയിൽ നമ്മൾ കാണുന്ന തനതായിട്ടുള്ള ഒരു വിൻഡോയുടെ കൺട്രോൾസ് തന്നെയാണ്. ഇവിടെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇവിടെ ഗ്ലാസ് പൊക്കാനും താത്താനുമുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ ഇവിടെ വിൻഡോ ലോക്ക്, പിന്നെ ഇവിടെ കാണുന്ന ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ബട്ടണുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. അതൊരു റെഡ് ലൈറ്റൊക്കെ വെച്ചിട്ട് അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു AC സൈഡിൽ ഒരു അലുമിനിയം ഫിനിഷ് ആയിട്ടുള്ള ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു
ബീഡിങ് പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് സീറ്റിലെ സ്പേസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ബാക്കിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാല് നീട്ടി വെക്കാൻ പറ്റിയ വളരെ വിശാലമായിട്ടൊരു സ്പേസ് ആണുള്ളത്. ഞാനിപ്പം എൻ്റെ ഹൈറ്റ് 5'7" ആണ്. പക്ഷേ ആ 5'7" ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഫുൾ സ്ട്രെച്ച് ചെയ്ത് വെക്കാം. ഇത് കണ്ടില്ലേ? പിന്നെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഹൈറ്റിലൊരു മൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ കോഫി കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു ട്യൂട്ടർ കാണാം, താഴെ ഒരു സ്പീക്കർ കാണാം. ഇതിന് സൗണ്ട് സിസ്റ്റം 4 സ്പീക്കേഴ്സും 4 ട്യൂട്ടേഴ്സും ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്തിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റും കാണാം. ഇവിടെ നടുക്ക് ഒരു ഹെഡ് റെസ്റ്റ് നടുക്കിരിക്കുന്ന ആൾക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നടുക്കിരിക്കുന്ന ആൾക്കൊരു സീറ്റ് ബെൽറ്റും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പേസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇവിടെ 2 AC വെന്റ്, താഴെ ഒരു പവർ ഔട്ട്ലെറ്റ്. അത് സാധാരണ എല്ലായിടത്തും USB ആണ് കാണുന്നത്, പക്ഷേ ഇവിടെ 12 വോൾട്ട് ചാർജർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫ്ലാപ്പും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റീരിയറിൽ നിന്ന് നമുക്കൊരു ആ ഒരു ബ്രൗൺ കളറും മേളിൽ കാണുന്ന ഒരു ബീച്ച് കളറും എല്ലാം കൂടെ നല്ലൊരു പ്രീമിയംനെസ് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ആ ഒരു പ്രീമിയം SUV-യുടെ എല്ലാ ഫീലും ഇതിൻ്റെ അകത്തുനിന്നൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കളർ പാറ്റേണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൺറൂഫ് ഒന്ന് നോക്കാം. ഇത് സൺറൂഫ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് ഇതിന് വന്നേക്കുന്നത്. പക്ഷേ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പല വണ്ടികൾക്കും ഇപ്പോൾ പാനോരമിക് സൺറൂഫും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഹോണ്ട എന്തുകൊണ്ടോ ഇതിന് ചെറിയൊരു സൺറൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു SUV ആകുമ്പോൾ കുറച്ചുകൂടെ വലുതാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എനിവേ ഇറ്റ്സ് നൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ റൈഡിംഗ് ക്വാളിറ്റിയിലോട്ട് കിടക്കാം. പക്ഷേ റൈഡിംഗ് ക്വാളിറ്റിയുടെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ആണ്. അത് നമ്മുടെ റൈഡിംഗ് ക്വാളിറ്റിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി 2 സ്ഥലത്ത് ഒരു ചെറിയൊരു ഗട്ടർ പോലത്തെ ഒരു സ്ഥലത്ത് വീണായിരുന്നു. പക്ഷെ ആ വെയിറ്റ് കൊണ്ടും സസ്പെൻഷന്റെ സോഫ്റ്റ്നെസ് കൊണ്ടും നമ്മൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഫീലേ തോന്നാത്ത രീതിയിൽ വണ്ടി അത് ഹാൻഡിൽ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് സപ്പോർട്ടീവായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ ബോണറ്റിന്റെ മേളിൽ 2 ബമ്പ് പോലത്തെ 2 ഡിസൈൻ കാണാം. അത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എവിടെയാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ സൈഡ് എവിടെയാണെന്നോ ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ടി മാനുവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ഡിസൈൻ വന്നേക്കുന്നത്. അത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ. അത് ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് റെസ്പോൺസിലോട്ട് വരാം. സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്. ശരിക്കും വണ്ടി നല്ല ഹെവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വണ്ടിക്ക് ഏകദേശം 1259 കിലോഗ്രാം ഭാരമുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ എന്നിരുന്നാലും സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് നമുക്ക് വളരെ ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. എവിടെ കൂടെ വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാം. വണ്ടി ഏത് ചെറുതായിട്ട് നമുക്കൊന്ന് വെട്ടിക്കേണ്ടി വന്നാലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇനി എന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിന്റെ അവിടെ നിന്ന് സൈഡിലോട്ട് ഇറങ്ങുന്നൊരു വഴിയാണ്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് കണ്ടാൽ ക്യാമറയിൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് വലിയ ബ്രേക്കൊന്നും പിടിക്കാതെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇവിടുന്ന് എടുത്തത്. ഇത് തിരിച്ച് റോഡിലോട്ട് കയറുകയാണ്. അടിയിടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുപോലും വേണ്ട. വളരെ സ്മൂത്ത് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ എഞ്ചിന്റെ കാര്യത്തിലോട്ട് നമുക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഇതിന്റെ എല്ലാ ഫീച്ചറും ആക്ച്വലി ഇതിന്റെ എഞ്ചിനാണ്. കാരണം എഞ്ചിന്റെ റിഫൈൻമെന്റ്, എഞ്ചിന്റെ റിലയബിലിറ്റി, അതിന്റെ ഡ്യൂറബിലിറ്റി, ഇതൊക്കെയാണ് ജാപ്പനീസ് ടെക്നോളജിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഐവിടെക് എന്ന് പറയുന്ന ഈ ടെക്നോളജിയുള്ള ഈ എഞ്ചിൻ 1.5 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഹോണ്ട സിറ്റിയിൽ വരുന്ന സെയിം എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അതിനുശേഷം 121 BHP പവറും 145 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ ചെറിയ രീതിയിൽ ഒരു ആക്സിലേറ്റർ ഒന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി അപ്പം ജസ്റ്റ് ഒരു ഒറ്റ വലി കൊണ്ട് വണ്ടി കയറി വരുന്നുണ്ട്. അപ്പൊ അത്രയും പവറും അത്രയും കൺട്രോളും ഉള്ളൊരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഫീച്ചർ എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിന്റെ എഞ്ചിൻ തന്നെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
ഇതിന് വരുന്നത് 3 വേരിയൻസ് ആണ്. VX, ZX, ഈ 3 വേരിയന്റ് ആണ് ഇത് വരുന്നത്. ഇത് ZX ഏറ്റവും ടോപ്പസ്റ്റ് വേരിയന്റ് ആണിത്. അപ്പോൾ ഇതിന് വരുന്നത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. മാനുവൽ ആണെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഗിയറിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ വിലയിലോട്ട് നമുക്ക് കടക്കാം. 18,70,000 ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതിന്റെ റിയൽ ടൈം മൈലേജ് ഇപ്പം നമ്മൾ ആലപ്പി ബൈപ്പാസിലോ ഫുൾ സ്ട്രെച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 19.6 ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അത് ശരിക്കും വളരെ നല്ലൊരു മൈലേജ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് ഇത് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന്. നമ്മുടെ ഇവിടുത്തെ ബൈപ്പാസിലെ കണ്ടീഷൻ വെച്ചിട്ട് നല്ലതെന്ന് പറയുന്നില്ല, ഡീസന്റ് എന്ന് പറയുന്നില്ല, അതിനും മേലിൽ നല്ലൊരു മൈലേജ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ബ്രേക്കിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് 16 ടാപ്പ് ചെയ്ത് നോക്കാം. ഒരു ജെർക്കും ഒരു പ്രശ്നങ്ങളും ഇതിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയുടെ വ്യൂ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, വളരെ ഷാർപ്പാണ്. പിന്നെ ഇതിനകത്ത് തന്നെ 3 ക്യാമറ ആംഗിളിൽ നമുക്ക് കാണാം. ഒന്ന് നമ്മുടെ ക്യാമറ ആംഗിൾ നേരെ താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ നോർമൽ വ്യൂ, പിന്നെ കുറച്ച് സൂം ഔട്ട് ആയിട്ടുള്ള വ്യൂ. ആ 3ഉം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ് റിയർ ക്യാമറയുടെ കാര്യം. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടൊരു ഫീച്ചറാണ് ADAS ലെവൽ 2 ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രൂയിസ് കൺട്രോളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. അപ്പം ഫ്രണ്ടേ ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ വണ്ടി താനിയെ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട്, ഇത്തിരി അഡ്വാൻസ് ആയിട്ട് തന്നെ ബ്രേക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോണ്ട 11ന്റെ വിശേഷങ്ങൾ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വണ്ടിയുമായി, പുതിയ വണ്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, until then it's bye from Zootopes.